ടീജാനൻ അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. DLEDന്റെ അപ്ലിക്കൻ ലിസ്റ്റ് ഓരോ ജില്ലകളിലും പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് കോഴിക്കോട് ജില്ലയുടെ അപ്ലിക്കൻ ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ മലപ്പുറം ജില്ലയുടെ അപ്ലിക്കൻ ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. കോഴിക്കോട് ജില്ലയിലെ അപ്ലിക്കൻ ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. വീഡിയോയിൽ നിന്ന് ക്ലിയർ ആവാത്ത എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ കൃത്യമായിട്ട് മറുപടി നൽകുന്നതാണ്. നിങ്ങൾ DD ഓഫീസിൽ കൊടുത്ത അപേക്ഷ പ്രകാരമാണ് അപ്ലിക്കൻ ലിസ്റ്റ് തയ്യാറാക്കുന്നത്. അവർ രേഖപ്പെടുത്തിയ വിവരങ്ങൾ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്താനുള്ള അവസരമാണ് ഈ ഒരു അപ്ലിക്കൻ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതിലൂടെ അവർ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും കൃത്യമായിട്ട് അപ്ലിക്കൻ ലിസ്റ്റ് പരിശോധിക്കുക. 26/8/2024 വരെയാണ് തെറ്റുകൾ തിരുത്താനുള്ള സമയം. പിന്നീട് തെറ്റുകൾ തിരുത്താനുള്ള അവസരം ഉണ്ടാകില്ല. നിങ്ങളടുത്ത് തെറ്റ് വന്ന ആ ഒരു കാര്യം എന്താണോ അതേ അടിസ്ഥാനത്തിൽ തന്നെയാണ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക. നിങ്ങളുടെ മാർക്കിലോ മറ്റു കാര്യങ്ങളിലോ തെറ്റുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചിലപ്പോൾ അഡ്മിഷൻ കിട്ടുന്നതിൽ തന്നെ ബുദ്ധിമുട്ടായിട്ട് വരും. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്നതിന് മുന്നേ തന്നെ എല്ലാവരും അപ്ലിക്കൻ ലിസ്റ്റ് കൃത്യമായിട്ട് പരിശോധിക്കുക. DDE കോഴിക്കോട് എന്നുള്ള ബ്ലോഗിനകത്താണ് അപ്ലിക്കൻ ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ കൊടുക്കാം. എല്ലാവരും ആ ലിങ്കിൽ കയറി അപ്ലിക്കൻ ലിസ്റ്റ് പരിശോധിക്കുക. ആപ്ലിക്കേഷൻ ലിസ്റ്റ് അൺഎയ്ഡഡ് കൊമേഴ്സ്, അൺഎയ്ഡഡ് സയൻസ്, അൺഎയ്ഡഡ് ഹ്യൂമാനിറ്റീസ് എന്നുള്ള രീതിയിലാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അൺഎയ്ഡഡ് എന്ന് പറയുന്നത് സെൽഫ് ഫിനാൻസ് കോളേജുകളെയാണ്. പിന്നീട് ഉള്ളത് ഗവൺമെന്റ് സയൻസ്, ഗവൺമെന്റ് ഹ്യൂമാനിറ്റീസ്, ഗവൺമെന്റ് കൊമേഴ്സ് എന്നുള്ള രീതിയിലാണ്. നിങ്ങൾ +2 പഠിച്ച സബ്ജക്റ്റിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ കൃത്യമായിട്ട് അത് പരിശോധിക്കുക. നിങ്ങൾ കൊടുത്ത രേഖകൾ പ്രകാരം കൃത്യമായിട്ടാണ് അവർ രേഖപ്പെടുത്തിയത് എന്ന് പരിശോധിക്കുക. എനിക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ കഴിയുന്ന കോഴിക്കോട് ജില്ലയിൽ ഗവൺമെന്റ് കോളേജുകളിലേക്ക് അപേക്ഷ കൊടുത്ത കുട്ടികളുടെ വിവരങ്ങളാണ്. ഇതിനകത്ത് സീരിയൽ നമ്പർ, അപ്ലിക്കേഷൻ നമ്പർ, നെയിം ഓഫ് അപ്ലിക്കന്റ്, ഡേറ്റ് ഓഫ് ബർത്ത്, റിലീജിയൻ, കാസ്റ്റ്, EWS, എക്സ് സർവീസ് മാന്, സ്കൗട്ട്, ഗൈഡ്, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആണെങ്കിൽ അത്, NSS, ക്വാളിഫിക്കേഷൻ എന്താണ്, അതേപോലെ മാർക്ക് എത്രയാണ്, ടോട്ടൽ മാർക്ക് പെർസെൻറ്റേജ് എത്രയാണ്, ആകെ മാർക്ക് എത്രയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് അപേക്ഷയിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. നിങ്ങൾ അപേക്ഷയോടൊപ്പം കൊടുത്ത രേഖകളിൽ എന്തെങ്കിലും ഇതിനകത്ത് പരിഗണിക്കപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പരാതിപ്പെടാനാണ് ഈ ഒരു അപ്ലിക്കൻ ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ കൊടുത്തിരിക്കുന്ന രേഖകളിൽ നിന്ന് കൃത്യമായി നോക്കിയാണ് അവർ ടൈപ്പ് ചെയ്യുന്നത്. എന്നിരുന്നാലും മാറ്റങ്ങൾ വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ റിലീജിയനിൽ, കാസ്റ്റിൽ, അതേപോലെ ടോട്ടൽ മാർക്ക് പെർസെൻറ്റേജ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക്, NSS ചിലപ്പോൾ ആഡ് ചെയ്യാൻ വിട്ടുവരും. അങ്ങനെ വിവിധങ്ങളായ തെറ്റുകൾ വരാറുണ്ട്. അത് കൃത്യമായിട്ട് തന്നെയാണോ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് സൂക്ഷ്മമായിട്ട് നിങ്ങൾ പരിശോധിക്കുക. നിങ്ങൾ നൽകിയ രേഖകൾ പ്രകാരമുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയില്ല എങ്കിൽ ചൊവ്വാഴ്ച, അതായത് 26/8/2025 3 മണിക്ക് മുൻപായി നേരിട്ട് കോഴിക്കോട് ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ ഓഫീസിൽ നേരിട്ട് എത്തിയിട്ട് പരാതികൾ നൽകേണ്ടതാണ്. ഇമെയിൽ വഴിയോ അല്ലെങ്കിൽ ഫോൺ മുഖേനയുള്ള പരാതികൾ സ്വീകരിക്കില്ല എന്ന് കൃത്യമായിട്ട് നമുക്ക് നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. EWS രേഖപ്പെടുത്തിയില്ലെങ്കിൽ EWSന്റെ കൃത്യമായ രേഖകൾ പ്രകാരം നിങ്ങൾ നേരിട്ട് DD ഓഫീസിലേക്ക് എത്തണം. അതേപോലെ ഭിന്നശേഷി കാറ്റഗറിയിൽ പെട്ടതാണെങ്കിൽ അവർ 40%-ലധികം ഭിന്നശേഷി ഉള്ളവരാണ് എന്നുള്ള മെഡിക്കൽ ബോർഡ് സർട്ടിഫൈ ചെയ്ത സർട്ടിഫിക്കറ്റുമായി നേരിട്ട് DD ഓഫീസിൽ ഹാജരാകണം. ജവാന്റെ ആശ്രിതർ അല്ലെ വിമുക്ത പഠന ആശ്രിതരൊക്കെ ആണെങ്കിൽ അവർ കൃത്യമായി സൈനിക വെൽഫെയർ ബോർഡ് നൽകിയ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ തഹസീൽദാർ നൽകിയ സർട്ടിഫിക്കറ്റോ ഹാജരാക്കണം. ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇല്ലാത്ത റിസർവേഷൻ നിങ്ങൾക്ക് ആഡ് ചെയ്ത് പോയിട്ടുണ്ടാവാം. നിങ്ങൾ ചിലപ്പോൾ EWS കാറ്റഗറിയിൽ പെടുന്ന ആളായിരിക്കില്ല. മിസ്റ്റേക്ക് പ്രകാരം നിങ്ങൾക്ക് EWS മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ NCCക്ക് ഇല്ലാത്ത ആൾക്ക് NCC മാർക്ക് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ റിസർവേഷൻ പ്രകാരം നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും. പക്ഷേ അങ്ങനെ കിട്ടിയ അഡ്മിഷൻ തടയാനുള്ള അവകാശം DDEക്ക് ഉണ്ട്. അപ്പോൾ ഇന്റർവ്യൂ സമയത്ത് നിങ്ങളുടെ ആ ഒരു അഡ്മിഷൻ തള്ളിപ്പോവും. അതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ DD ഓഫീസിൽ അറിയിക്കേണ്ടതാണ്. ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നവർ കൃത്യമായി ഈ ഒരു രീതിയിൽ നിങ്ങളുടെ പേര്, സീരിയൽ നമ്പർ, ആപ്ലിക്കേഷൻ നമ്പർ, നിങ്ങളുടെ ഫോൺ നമ്പർ തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്ക് എന്താണോ തിരുത്തേണ്ടത് അതിന്റെ വിശദാംശങ്ങളുടെ രീതിയിൽ ഒരു വെള്ള കടലാസിൽ കൃത്യമായിട്ട് എഴുതി നേരിട്ട് DD ഓഫീസിൽ എത്തിച്ചാൽ മതിയാകും. സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന രീതിയിലുള്ള തെറ്റുകളാണെങ്കിൽ നിങ്ങൾ നേരിട്ട് DD ഓഫീസിൽ പോകേണ്ടതില്ല. അതിന് താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതിയാകും. ഇൻ കേസ് നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ ഒന്നും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ നേരിട്ട് തന്നെ പോകണം. ഇത് നേരിട്ട് പോവാൻ കഴിയാത്ത സിറ്റുവേഷനിലെ ആളുകൾ മാത്രം ഇത് പ്രയോജനപ്പെടുത്തുക. ഏറ്റവും നല്ലത് നിങ്ങൾ നേരിട്ട് പോയി തെറ്റുകൾ തിരുത്തുന്നതാണ്. അഥവാ നിങ്ങൾ വാട്സപ്പിൽ അയച്ചു കൊടുത്തിരിക്കുന്ന തെറ്റ് കൃത്യമായി തിരുത്തിയില്ല എങ്കിൽ ഈ ചാനലോ അല്ലെങ്കിൽ അത് നടത്തുന്നവരോ അതിന് ഉത്തരവാദിയായിരിക്കുന്നതല്ല എന്ന് ആദ്യമേ ഓർമ്മപ്പെടുത്തുകയാണ്. ഏറ്റവും നല്ലത് നിങ്ങൾ നേരിട്ട് തന്നെ പോയി തിരുത്തലുകൾ വരുത്തുന്നതാണ്. +2 പഠിക്കുന്ന സമയത്ത് NSSനുള്ളവർക്ക് മാത്രമേ NSS ആഡ് ചെയ്തിട്ടുള്ളൂ. അതേപോലെ NSSനുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഗ്രേസ് മാർക്കോ കാര്യങ്ങളോ ഒന്നും കിട്ടില്ല. പകരം ഒരേ മാർക്ക് വന്നാൽ, എല്ലാ ഡീറ്റെയിൽസും ഒരേപോലെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഈ ഒരു NSS പരിഗണിച്ച് ആ ഒരു കുട്ടിക്ക് കിട്ടുമെന്നല്ലാതെ കൂടുതൽ മാർക്ക് ഗ്രേസ് മാർക്കായിട്ട് NSSനില്ല. ഉദാഹരണത്തിന് 2 കുട്ടികളുടെ മാർക്ക്, അതേപോലെ കാസ്റ്റ്, റിലീജിയൻ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും സെയിം ആയിട്ട് വരികയും ഒരു കുട്ടിക്ക് NSS ഇല്ലാതെയും ഒരു കുട്ടിക്ക് NSS ഉള്ളതുമായിട്ട് വരികയാണെങ്കിൽ NSS ഉള്ള കുട്ടിയെ എടുക്കും. അല്ലാതെ NSSന് പ്രത്യേകം ഗ്രേസ് മാർക്ക് ഇല്ല.
+2 പഠിക്കുന്ന സമയത്ത് NSS ഉണ്ടെങ്കിൽ മാത്രമേ NSS എന്ന് ആഡ് ചെയ്യുള്ളൂ. അഥവാ NSS ഡിഗ്രിക്കുള്ളവരുടെ അവിടെ NSS എന്ന് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് വന്ന മിസ്റ്റേക്ക് ആണ്, അത് നോക്കിയിട്ട് തിരുത്തുമെന്നും അറിയിച്ചിട്ടുണ്ട്. റീവാലുവേഷൻ പ്രകാരം നിങ്ങളുടെ മാർക്ക് കൂടിയിട്ടുണ്ടെങ്കിൽ ആ മാർക്ക് പരിഗണിച്ചിട്ടുണ്ട്. ആരുടെയെങ്കിലും പരിഗണിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ സർട്ടിഫിക്കറ്റുമായി നേരിട്ട് DDE ഓഫീസിൽ പോയി കഴിഞ്ഞാൽ അതിൽ മാറ്റം വരുത്തുന്നതാണ്. അതേപോലെ ഇന്റർവ്യൂ സമയത്ത് നിങ്ങളുടെ ഒറിജിനൽ +2 സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും ഹാജരാക്കേണ്ടി വരും. അതിനകത്ത് ഇളവുകൾ ഉണ്ടാവുന്നതല്ല. NCCയുടെ വെയിറ്റേജ് സർട്ടിഫിക്കറ്റിൽ വെച്ചാൽ മാത്രമേ വെയിറ്റേജ് മാർക്ക് കിട്ടത്തുള്ളൂ. ആർക്കെങ്കിലും അങ്ങനെ കിട്ടാതെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായും വെയിറ്റേജ് സർട്ടിഫിക്കറ്റുമായി നാളെ തന്നെ DDE ഓഫീസിലേക്ക് നേരിട്ടെത്തുക. NCCയുടെ മറ്റ് സർട്ടിഫിക്കറ്റുകൾ വെച്ചതുകൊണ്ട് NCCയുടെ മാർക്ക് കിട്ടില്ല. വെയിറ്റേജ് സർട്ടിഫിക്കറ്റ് നിർബന്ധമായും വേണം. ടോട്ടൽ മാർക്ക് 1600 വരുന്നത് VHSCക്കാണ്. VHSC അല്ലാത്തവർക്ക് 1600 വന്നിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് തിരുത്തണം. നിങ്ങൾ +2 സർട്ടിഫിക്കറ്റുമായി നേരിട്ട് DDE ഓഫീസിൽ എത്തിക്കഴിഞ്ഞാൽ അവർ തിരുത്തി നൽകുന്നതാണ്. അതേപോലെ മാർക്കുകളിൽ തിരുത്തലുള്ളവർ നിങ്ങളുടെ +2 സർട്ടിഫിക്കറ്റുമായിട്ട് നേരിട്ട് തന്നെ ഹാജരാകണം. ഡിസബിലിറ്റി 40% മുകളിലുള്ളവർക്ക് മാത്രമേ ഡിസബിലിറ്റി കാറ്റഗറിയിൽ പെടുള്ളൂ. അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ പെടാത്തവരുണ്ടെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുമായി മെഡിക്കൽ ബോർഡ് സർട്ടിഫൈ ചെയ്ത സർട്ടിഫിക്കറ്റുമായി നേരിട്ട് DDE ഓഫീസിൽ ഹാജരായാൽ മതിയാകും. അപേക്ഷ നൽകിയിട്ടും നിങ്ങളുടെ പേര് അപ്ലിക്കൻ ലിസ്റ്റിൽ വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ നേരിട്ട് DDE ഓഫീസിൽ എല്ലാ സർട്ടിഫിക്കറ്റുകളുമായി എത്തിച്ചേരും. കലാകായികം എന്നിവയുടെ മാർക്ക് DLEഡിന് പരിഗണിക്കുന്നില്ല. ജസ്റ്റ് ഒരു പ്രിഫറൻസ് എന്നുള്ള രീതിയിൽ വെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്ലിക്കൻ ലിസ്റ്റ് വന്നതിൽ നിങ്ങളുടെ ഡീറ്റെയിൽസിനകത്ത് യാതൊരുവിധ തെറ്റുകളും ഇല്ലെങ്കിൽ സന്തോഷത്തോടെ റാങ്ക് ലിസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. നിങ്ങൾ മറ്റൊന്നും ചെയ്യേണ്ടതില്ല. കോഴിക്കോട് ജില്ലയിലെ അപ്ലിക്കൻ ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ സംശയങ്ങളും, പ്രധാനപ്പെട്ട എല്ലാ സംശയങ്ങൾക്കും ഈ വീഡിയോയിൽ മറുപടി നൽകിയിട്ടുണ്ട്. എന്തെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കൃത്യമായി ഈ വീഡിയോയുടെ താഴെ കമന്റായി രേഖപ്പെടുത്തുക. കൃത്യമായി അതിന് മറുപടി നൽകുന്നതാണ്. DLEഡുമായി ബന്ധപ്പെട്ടും മറ്റ് വിദ്യാഭ്യാസ വാർത്തകളും കൃത്യമായി നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക.